ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാനീലമാധവ് സത്സംഗിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ റെഗുലർ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീ ഭഗവത്ഗീത 1-ാമത്തെ അധ്യായം 39-ാമത്തെ ശ്ലോകം ആണ്. അപ്പോ എന്താണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. എന്താണ് അർജുന വിഷാദ യോഗം എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. ആദ്യം നമ്മൾ യുദ്ധനിരീക്ഷണം കണ്ടു. രണ്ടുപേരും, അതായത് ദുര്യോധനനും അർജുനനും യുദ്ധത്തിനെ നിരീക്ഷിക്കുന്നത് കണ്ടു. പക്ഷെ ദുര്യോധനന്റെ യുദ്ധ നിരീക്ഷണത്തിന് ശേഷം ദുര്യോധനൻ അത് പൊളിറ്റിക്കലി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ദ്രോണാചാര്യരെയും ഭീഷ്മരെയും മറ്റ് യോദ്ധാക്കളെയും ഒക്കെ തന്റെ വഴിയിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് നമ്മൾ കണ്ടു. പക്ഷെ അർജുനൻ യുദ്ധനിരീക്ഷണം നടത്തിയത് അങ്ങനെയല്ല. എന്താണ് ബേസിക്കലി അർജുനനും ദുര്യോധനനും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് ധാർമ്മികനും രണ്ടാമത്തേത് അധാർമികനുമാണ്. അർജുനൻ ധാർമ്മികനായതുകൊണ്ട് ഈ യുദ്ധനിരീക്ഷണം കണ്ടപ്പോ അർജുനൻ ഭയപ്പെട്ടില്ല. കാരണം എന്താണ്? അർജുനന് സ്വന്തം കഴിവില് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. തന്നെയല്ല, അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള തീരുമാനം എടുത്തത് പേടിച്ചിട്ടല്ല. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരിക്കൽ പോലും അർജുനൻ ഞാൻ ഭയപ്പെടുന്നത് ഞാൻ തോൽക്കുമെന്ന് ചിന്തിച്ചിട്ടാണോ എന്ന് അർജുനൻ പറയുന്നതേ ഇല്ല. പക്ഷേ അർജുനൻ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യണ്ട എന്ന് തീരുമാനിച്ചത് ഇവിടെ നമ്മൾ കണ്ടു. അർജുനൻ യുദ്ധം ചെയ്യണ്ടെന്ന് തീരുമാനിച്ചത് ഈ ദുര്യോധനാദികളെ വധിക്കുമ്പോ, അതായത് സ്വന്തം ബന്ധുക്കളാണ്, തന്റെ ശരീരത്തോട് ബന്ധപ്പെട്ട ആൾക്കാരെ തന്റെ സ്വന്തം ബന്ധുക്കളായിട്ട് തന്നെയാണ്. അവർ എത്ര അട്രോസിറ്റീസ് അല്ലെങ്കിൽ എത്രയധികം ക്രൂരകൃത്യങ്ങൾ തന്നോടും തന്റെ കുടുംബത്തോടും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ അർജുനൻ ധാർമ്മികനായിട്ടുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഇവരെല്ലാം എന്റെ ബന്ധുക്കളാണല്ലോ, ഇതൊക്കെ എന്റെ പിതാമഹനും എന്റെ ഗുരുവുമാണല്ലോ, ഇവരെല്ലാവരെയും ഞാൻ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാപമുണ്ടാവുകയില്ലേ? ഇവരെല്ലാവരും മരിച്ചുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാജ്യം ലഭിച്ചാലും എന്തൊക്കെ ചെയ്താലും എന്നോടൊപ്പം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരാണ് ഉണ്ടാവുക? അത് മാത്രമല്ല, ഈ മുതിർന്നവരൊക്കെ മരിച്ചുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സമൂഹത്തില് എന്താണ് ചെറിയ ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള വൃദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പരിശീലനം ലഭിച്ച ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹം ഒരു എന്താണ് ഡിസ്റ്റോപ്പിയയിലേക്ക് പോകും. അതായത് ഒരു താറുമാറായി പോകും സമൂഹം. ഇതൊക്കെയാണ് അർജുനന്റെ ചിന്ത. അപ്പൊ നമ്മൾ യുദ്ധനിരീക്ഷണം ദുര്യോധനൻ നടത്തിയതും യുദ്ധനിരീക്ഷണം അർജുനൻ നടത്തിയതും തമ്മിൽ കാതലായ വ്യത്യാസം എന്താണ്? ദുര്യോധനൻ ഭൗതികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി തനിക്ക് അനുകൂലമാക്കി അതിനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അർജുനൻ ധാർമ്മികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് യുദ്ധമേ തന്നെ വേണ്ട എന്ന് വെച്ചാലും കുഴപ്പമില്ല, ഇവരെല്ലാവരും ജീവനോടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമാകുമെങ്കിൽ സമൂഹത്തിന് നല്ലതാകുമെങ്കിൽ എനിക്ക് ഇച്ചിരി പേരുദോഷം കേട്ടാലും യുദ്ധത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടി പോയെന്നോ ഞാൻ ഭിക്ഷയാചിക്കാൻ പോയെന്നോ ഒക്കെ കേട്ടാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് ആര് പറയുന്നത്? അർജുനൻ പറയുന്നത്. അപ്പോ ആ ഒരു ഭാഗമാണ് അർജുന വിഷാദയോഗം. പക്ഷെ അത് അർജുനൻ സ്വീകരിക്കുന്ന, അർജുനൻ ഭയങ്കര ക്ഷത്രിയനാണ്, അതായത് വളരെയധികം ബലശാലിയായിട്ടുള്ള ഒരുവനാണ് അർജുനൻ. ആ അർജുനൻ ഇങ്ങനെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ദുഃഖമായിരിക്കണം അർജുനന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിലൊരു ശ്ലോകമാണ് ഏത്? 39-ാമത്തെ ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തില് കുറെ പ്രാവശ്യം കുലക്ഷയെ 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 എന്ന് പറഞ്ഞു. കുലം നശിച്ചാൽ എന്താകുമെന്നാണ് അർജുനൻ ചിന്തിക്കുന്നത്. എന്തു കുലം? കുരു രാജവംശം. കുരു രാജവംശം. പുരൂരവസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പുരൂരവസ് എന്ന് പറയുന്ന വളരെ വിഖ്യാതനായിട്ടുള്ള രാജാവിന്റെ ആ ഒരു ലീനിയേജിൽ വരുന്നതാണ്. എത്രയധികം മഹാന്മാരായിട്ടുള്ള രാജാക്കന്മാർ, ഭക്തന്മാരായിട്ടുള്ള രാജാക്കന്മാർ. ആ രാജാക്കന്മാർ എന്ന് പറയുന്നത് പ്രജകളെ സ്വന്തം പുത്രന്മാരെ പോലെയും സ്വന്തം മക്കളെ പോലെ കരുതിയിരുന്ന രാജാക്കന്മാർ, ധർമ്മത്തെ എന്ത് ചെയ്തിരുന്ന, ധർമ്മത്തെ വന്നിട്ട് ഉയർത്തിപ്പിടിച്ചിരുന്ന രാജാക്കന്മാർ, ഇവരൊക്കെയാണ് ആ രാജവംശത്തിൽ ഉണ്ടായിരുന്നത്. അർജുനന് ആ കുലമഹിമയില് അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനൻ
തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കുലമഹിമ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും ചിലപ്പോൾ എടുക്കും. അപ്പൊ കുലക്ഷയെ കുലക്ഷയെ എന്ന് പല പ്രാവശ്യം പറയുന്നതിന്റെ കാരണം എന്താണ്? ആ കുലമഹിമ, ആ രാജവംശത്തിന്റെ, കുരു രാജവംശത്തിന്റെ, കുറൂരവസ് എന്ന് പറയുന്ന തന്റെ ആ പഴയ വളരെ ഉത്തമനായിട്ടുള്ള ആ രാജാവിന്റെ വംശത്തിൽ നിന്നും പരമ്പരയിൽ നിന്നും വന്നിരിക്കുന്ന ആ അർജുനൻ എന്ന് പറയുന്ന ആൾ എന്താണ് ചെയ്യുന്നത്? തന്റെ കുലമഹിമയ്ക്ക് കളങ്കമായി തീരുന്ന ഒന്നും ചെയ്യാതെ ഇരിക്കുക. അതേ രാജവംശത്തിൽ തന്നെയാണ് ദുര്യോധനൻ വരുന്നത്, അല്ലേ? ഈ രാജവംശത്തിന്റെ കുലമഹിമയ്ക്ക് എന്തായിത്തീരുന്ന കാര്യങ്ങൾ മാത്രമേ ദുര്യോധനൻ ചെയ്തിട്ടുള്ളൂ. കളങ്കമാകുന്ന കാര്യങ്ങൾ മാത്രമേ ദുര്യോധനൻ ചെയ്തിട്ടുള്ളൂ. അതും രാജാവുമല്ല, ഒരു രാജാവിന്റെ പുത്രൻ, അതായത് രാജകുമാരൻ, ഭാവി രാജാവും പോലും അല്ല. അങ്ങനെ ആയിട്ടും കൂടി ആ കുലത്തെ മോശമാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആര് ചെയ്തിട്ടുള്ളൂ? ദുര്യോധനൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ അർജുനന്റെ കുല ധർമ്മത്തെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ 37, 38 ശ്ലോകങ്ങളിലും കണ്ടു. അതിന്റെ തുടർച്ചയാണ് 39ാമത്തെ ശ്ലോകം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. ഭഗവാനും ഗുരുവിനും നമുക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, ജമുനാ തീരവനചാരി, ജമുനാ തീരവനചാരി. जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी. जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. जय कृष्ण बलराम, जय कृष्ण बलराम, कृष्ण बलराम जय कृष्ण बलराम. जय गौरनिताय, जय गौरनिताय, गौरनिताय जय गौरनिताय. जय जय प्रभुपाद, प्रभुपाद, प्रभुपाद जय जय प्रभुपाद. जय जय गुरुदेव, गुरुदेव, गुरुदेव जय जय गुरुदेव. ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय. नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने. नमस्ते सरस्वते देवे गौरवाणी प्रचारिणे, निर्विशेष शून्यवादी पाश्चात्य देशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നോക്കാം. 37, 38 ശ്ലോകങ്ങൾ ആദ്യം നമുക്കൊന്ന് വായിക്കാം. അതിൽ നിന്നും 39ലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. യദ്യപ്യേതേന പശ്യന്തി ലോഭോ അപഹത ചേതസാ കുലക്ഷയ കൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയം അസ്മാഭി പാപാത് അസ്മാൻ നിവർത്തിതും കുലക്ഷയ കൃതം ദോഷം പ്രപശ്യാദ്ഭിർജനാർദ്ദന. ഇവിടെ 2-3 പ്രാവശ്യം കുലക്ഷയകൃതം എന്ന് അർജുനൻ പറഞ്ഞു. അതും അതേപോലെ തന്നെ അടുത്തതിലും തുടരുന്നു നമ്മുടെ ഇന്നത്തെ ശ്ലോകം. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതന
ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിഭവത്യുത കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിഭവത്യുത കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിഭവത്യുത. നമുക്ക് അതിനെ ഒന്ന് എന്താണ് വിഘടിപ്പിച്ചു നോക്കാം. കുലക്ഷയെ ഇത്ര നേരം പറഞ്ഞിരുന്നത് ഈ ഭീഷ്മദ്രോണാദികരെ പോലെയുള്ള വലിയ പ്രായമുള്ള ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറ ആരും നോക്കാനില്ലാതെ അനാഥരായി പോകും. അതാണ് ഈ കുലക്ഷയം എന്ന് പറയുന്നത്. കുലക്ഷയെ അങ്ങനെ കുലം നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ തലമുറയെ നേർവഴിക്ക് നയിക്കാൻ ആരുമില്ല എങ്കിൽ എന്ത് സംഭവിക്കും? പ്രണശ്യന്തി, അത് നശിക്കും. എന്ത് നശിക്കും? കുലധർമ്മ സനാതന, വളരെയധികം കാലങ്ങളായിട്ട് നിലനിർത്തി പോയിരുന്ന ചില നല്ല കാര്യങ്ങൾ, ഈ കുലമഹിമ അനുസരിച്ച് ആൾക്കാര് എന്ത് ചെയ്യും? നല്ല കാര്യങ്ങളെ സ്വാംശീകരിച്ച് അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമായിരുന്നു. അതാണ് കുലധർമ്മ സനാതന. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ പിന്നെ കാണിക്കാം, പിന്നെ ചിന്തിക്കാം. പക്ഷെ ഇപ്പോ എന്നേക്കുമായിട്ട് അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് കാലാതീതമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ നല്ല ധർമ്മങ്ങൾ പ്രണശ്യന്തി, നശിച്ചു പോകും. അർജുനൻ പറയുന്നു, അങ്ങനെ ധർമ്മം നശിച്ചു പോയാലോ, കുലധർമ്മം നശിച്ചു പോയാലോ എന്ത് സംഭവിക്കും? ധർമ്മേ നഷ്ടേ, ധർമ്മം നശിച്ചു പോയാൽ കുലം കൃത്സ്നം, മുഴുവൻ കുലവും അധർമ്മോഭി, അധർമ്മത്താൽ നിറഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ ഇറലീജിയൻ, അധർമ്മം വന്നിട്ട് എന്തു ചെയ്യും? അവിടെ ഒരുപാട് വളരാൻ സാധ്യതയുണ്ട്. അഭിഭവത്തി ഉത പറയപ്പെടുന്നു. അതായത് കുലധർമ്മം നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുലത്തിൽ മുഴുവനെ അധർമ്മം വളരുമെന്നാണ് പറയപ്പെടുന്നത് എന്ന് അർജുനൻ പറയുന്നു. ഫൈറ്റ് ചെയ്യാതിരിക്കാനുള്ള കാര്യത്തിൽ ഒരെണ്ണം കുലധർമ്മത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അർജുനൻ പറയുന്നു, ഞാൻ അഥവാ യുദ്ധം ചെയ്ത് ഇവരെ എല്ലാം കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മുതിർന്ന ആൾക്കാരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ, ധർമ്മം പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ നോക്കാൻ ആരുമില്ലാതിരിക്കുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് അധർമ്മികളായി മാറും എന്നാണ് അർജുനൻ പറയുന്നത്. വിത്ത് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഡൈനാസ്റ്റി, the eternal family tradition is vanquished, and thus the rest of the family becomes involved in irreligion. In the system of the Varnashrama institution, there are many principles of religious traditions to help members of the family grow properly and attain spiritual values. The elder members are responsible for such purifying process in the family, beginning from birth to death. But on the death of the elder members, such family traditions of purification may stop, and the remaining younger family members may develop irreligious habits and thereby lose their chance for spiritual salvation. Therefore, for no purpose should the elder members of the family be slain. ഈ ഒരു പർപ്പട്ട് നമ്മളുടെ ഈ സമകാലിക ലോകത്തില് വളരെയധികം അർത്ഥവത്തായ വാക്കുകളാണ്. പ്രഭുപാദ് 50 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾക്ക് വേണ്ടി എഴുതിയ, 50 അല്ല, പ്രഭുപാദ് ഇത് എഴുതാൻ തുടങ്ങിയത് ഏകദേശം അദ്ദേഹത്തിന്റെ 30 അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ 50-ാമത്തെ വയസ്സിലാണെന്ന് കരുതിക്കോളൂ. കാരണം ഭഗവത്ഗീതയുടെ മാനുസ്ക്രിപ്റ്റ് ഒക്കെ അദ്ദേഹം ആദ്യം മുതൽ എഴുതി തുടങ്ങിയതാണല്ലോ. അപ്പൊ ഈ ഒരു പർപ്പോട്ട് എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ 50-ാമത്തെ വയസ്സിലാണെങ്കിൽ ഇപ്പൊ ഏകദേശം 75ഓളം വർഷങ്ങൾക്ക് മുന്നെയാണ് അദ്ദേഹം അത് എഴുതിയതെന്ന് വിചാരിക്കൂ. ഈ സമകാലിക ലോകം, അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്തിൽ ഇതിന്റെ പ്രസക്തി എന്താണ്? ഡെത്ത് ഓഫ് എൽഡർ മെമ്പേഴ്സ്. നമ്മളെ എല്ലാ മുതിർന്നവരെയും കൊല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇന്നത്തെ കാലത്ത്, അല്ലേ? അവരുടെ വാക്ക് കേൾക്കാതിരുന്നാലും മതി. ഈ മുതിർന്നവരെന്ന് പറയുന്നത് നമ്മുടെ തലമുറയിൽ, അതായത് നമ്മളുടെ സമപ്രായക്കാരിലും മുതിർന്ന ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് ഇത്രയധികം അധർമ്മങ്ങളെ കുറിച്ച് കേട്ടുകേൾവിയേ ഉണ്ടായിരുന്നില്ല. അവിശ്വാസികളായിട്ടുള്ള, എത്തിസ്റ്റുകളായിട്ടുള്ള, മോറൽ, അതായത് ധാർമ്മികമായിട്ടുള്ള
ആ ഒരു സൈഡില് ഒന്നുമേ ഇല്ലാത്ത തരത്തിലുള്ള ഒരു തലമുറയെ നമ്മൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ അച്ഛന്റെയും അപ്പൂപ്പന്റെയും ഒക്കെ കാലഘട്ടത്തില് എല്ലാവർക്കും എന്താണ് ഒരു മോറൽ വാല്യൂ എന്ന് പറയുന്നത് സമൂഹത്തിൽ വളരെയധികം ആവശ്യമുള്ളതായിരുന്നു ജീവിക്കാൻ. പക്ഷെ എപ്പോഴാണോ ആ ഒരു തലമുറയെ ബഹുമാനിക്കാതെ അവരുടെ അഭിപ്രായങ്ങളിൽ വെറും എന്താണ് ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് തന്ത വൈബ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോ എന്താണ് ആൾക്കാര് എന്താണ് പറയുന്നത് അമ്മാവൻ വൈബ് തന്ത വൈബ് എന്നൊക്കെ പറയും. അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവരെ വെറുതെ പുച്ഛിക്കുകയാണ് അങ്ങനത്തെ ആൾക്കാരെ. ഈ എന്താണ് സഹാനുഭൂതി, സ്നേഹം, പരസ്പര സഹായം ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചേ കൊടുക്കാൻ എന്താണ് മറക്കുന്ന അല്ലെങ്കിൽ മടിക്കുന്ന, പഠിപ്പിച്ചു കൊടുത്താലും അവരെ സ്വാംശീകരിക്കാത്ത ഒരേ ഒരു കാര്യമാണ്. എല്ലാവരും സ്വന്തം ഇന്ദ്രിയ സുഖത്തിന്റെ പേരിൽ വന്നിട്ട് കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി അല്ലെങ്കിൽ മാത്സര്യം കാത്തു സൂക്ഷിച്ച് അവസാനം നോക്കൂ ഇന്നത്തെ ജനറേഷൻ എങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഇവിടെയും ചില കൂണ് പോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രം എന്തുണ്ടാവും, ഈ പരസ്പര സഹായം അതൊക്കെ വലിയ കൊട്ടിഘോഷിച്ച ആൾക്കാർ പത്രത്തിലും ടിവിയിലും ഒക്കെ ഇടുകയും ചെയ്യും. പക്ഷെ 90% എന്താണ് ഏത്തിസം, എന്താണ് ധാർമ്മിക മൂല്യങ്ങൾക്ക് ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു തലമുറ. സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കളെ പോലും കൊല്ലാൻ മടിക്കാത്ത, അല്ലെങ്കിൽ അവരെ പോലും വന്നിട്ട് ഉപദ്രവിക്കാനും മടിക്കാത്ത തരത്തിലുള്ള ഒരു തലമുറ. സമപ്രായക്കാരുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു തലമുറയിലേക്കാണ് എന്ത് വഴി വിരൽ ചൂണ്ടുന്നത്? അർജുനൻ അന്ന് വിരൽ ചൂണ്ടിയത്. പ്രഭുപാദ് നമ്മൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? അർജുനൻ 500 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു തലമുറയിലേക്ക് വിരൽ ചൂണ്ടി. അതായത് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നത്തിലേക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അല്ലെ. മയക്കുമരുന്നിനും മദ്യത്തിനും മറ്റ് ലഹരികൾക്കും ഒക്കെ അടിമപ്പെട്ട് ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് മാത്രമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള തലമുറയെയാണ് ആര് ചൂണ്ടിക്കാണിച്ചത്? അന്ന് അർജുനൻ ചൂണ്ടിക്കാണിച്ചത്. എന്നിട്ട് അർജുനൻ എന്ത് ചെയ്യുന്നു? അർജുനൻ അന്ന് 500 വർഷങ്ങൾക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ച കാര്യം പ്രഭുപാദ് 50-75 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും നമ്മളോട് പറയുന്നു. ഇതെല്ലാം വന്നിട്ട് സ്പിരിച്വൽ സാൽവേഷൻ ഇല്ലാത്ത ഒരു തലമുറയായി മാറുന്നു. ശരിയല്ലേ? ആർക്കാണ് ഈ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിയെക്കുറിച്ച് ചിന്തയുള്ളത് ഈ കാലത്ത്? എന്ത് ചിന്തയാണ് ആൾക്കാർക്കുള്ളത്? ഭൗതികമായിട്ട് എങ്ങനെ റാറ്റ് റേസ് ആണ്. എന്താണ്? ഒരു എലി, അതിന്റെ അടുത്ത എലി, ഇത് രണ്ടും തമ്മിൽ റേസ് ചെയ്യുകയാണ്. എന്താണ്? ആരാണ് മുന്നേ പോകുക, ആർക്കാണ് ഭക്ഷണം കിട്ടുക, ആർക്കാണ് ആസ്വദിക്കാൻ പറ്റുക, ഇതാണ് റാറ്റ് റേസ്. ഈ റാറ്റ് റേസിന്റെ പേരാണ് ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നവൻ, ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവൻ, ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നവൻ, ഏറ്റവും കൂടുതൽ ഇത് ഇൻഫ്ലുവൻസ് സ്വാധീനമുള്ളവൻ, ഇവരൊക്കെയാണ് ഇന്നത്തെ തലമുറയിൽ ഏറ്റവും മികച്ച ആൾക്കാർ. ധാർമ്മിക മൂല്യങ്ങളോ ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനമോ ഒന്നുമില്ല. അവർക്ക് അവരെ കുറിച്ച് അറിയത്ത് പോലുമില്ല. എല്ലാവരും ഈ ഋഷിമാരും എന്താണ് മഹർഷിമാരും ഒക്കെ എന്താണ് സമൂഹത്തിന് ചെയ്യുന്നത്? ഒരിടത്ത് അടങ്ങിയിരുന്ന് എന്താണ് മറ്റുള്ളവരെ പറ്റിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ് എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായം. ആ ഒരു തലമുറയിലേക്കാണ് അന്ന് അർജുനൻ വിരൽ ചൂണ്ടിയത്. ഇന്ന് നമ്മൾ കാണുന്നതും ആ തലമുറയാണ്. പ്രഭുപാദ് നമ്മൾക്ക് 75 വർഷങ്ങൾക്ക് മുന്നേ എഴുതി കാണിച്ചതും ആ തലമുറയെ കുറിച്ചാണ്. അർജുനൻ പേടിച്ചിരിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ മുന്നിൽ കാണുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു വാക്കിന്റെ അല്ലെങ്കിൽ ഈ ഒരു ശ്ലോകത്തിന്റെ സമകാലിക പ്രസക്തി എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ചു പോകാം അർജുനന്റെ കാലഘട്ടത്തിലേക്ക്. അർജുനൻ പറയുകയാണ്, യുദ്ധം ചെയ്യാതിരിക്കാനുള്ള വാദങ്ങളാണ് അല്ലെ. കുലം നശിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ മുൻകൂട്ടി കാണുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനൻ പറഞ്ഞു. അതിന്റെ ബാക്കിയാണ്. കുലം നശിച്ചു കഴിഞ്ഞാൽ സനാതനമായിട്ടുള്ള കുലധർമ്മങ്ങൾ നഷ്ടപ്പെടും, അത് കാരണം അധർമ്മം വളരും. ഇവിടെ 2 വാക്കുണ്ട്, കുലധർമ്മ, സനാതന. ഈ 2 വാക്കുകൾ അർജുനൻ ഒരുമിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് രണ്ടാമത്തെ? കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതനഃ. അപ്പൊ നമ്മൾ വിചാരിക്കും സനാതനം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെന്നും നിലനിൽക്കുന്നത്, എറ്റേണൽ അല്ലെങ്കിൽ അനശ്വരമായത് എന്നാണ് അർത്ഥം, ഒരിക്കലും നശിക്കാത്തത്. പക്ഷെ കുലധർമ്മം എന്ന് പറയുന്നത് സനാതനമാണോ? അല്ല, കുലധർമ്മം ഒരിക്കലും സനാതനമല്ല. കാരണം നമ്മൾ ഏത് കുലത്തിലാണ് ജീവിക്കുന്നത് അതിന്റെ ധർമ്മമാണ് ആ സമയത്ത് നമുക്കുള്ളത്. നമ്മൾ ഇനിയൊരു കുലത്തിൽ പിറവി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുലത്തിന്റെ ധർമ്മമായിരിക്കും നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത് എറ്റേണൽ അല്ല. പക്ഷേ ഇവിടെ എന്താണ് സനാതനം? നമുക്കറിയാം സനാതന ധർമ്മം നമ്മളെല്ലാവരും ഹിന്ദുയിസം എന്ന് ഒരു ചെല്ലപ്പേരിട്ട് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തെയാണ്. പക്ഷെ ഹിന്ദുയിസവും സനാതന ധർമ്മവും ഒന്നല്ല. സനാതന ധർമ്മം എന്നതിന്റെ അർത്ഥം തന്നെ ഒരു ജീവാത്മാവിന് ഭഗവാനോടുള്ള അനശ്വരമായിട്ടുള്ള ബന്ധം എന്നാണ്. ആ ബന്ധത്തിന് എന്താണ് ബന്ധം? ഭഗവാന്റെ അംശങ്ങളാണ് ഞാൻ,
എന്റെ ഉദ്ദേശ്യം അല്ലെങ്കിൽ എന്റെ കടമ എന്ന് പറയുന്നത് ഭഗവാനോട് ഉള്ള പരിശുദ്ധ ഭക്തിയുത സേവനമാണ്. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി രഥോക്ഷജേ. അല്ലെ? എന്താണ്? സ വൈ പുംസാം, ജനങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ ജീവന്റെ എല്ലാം പരോധർമ്മോ, ഏറ്റവും ഉന്നതമായിട്ടുള്ള ധർമ്മം എന്താണ്? യഥോ ഭക്തിർ അധോക്ഷജ, അധോക്ഷജനായ ഭഗവാന്റെ ഭക്തിയാണ് എന്നുള്ളതാണ്. അത് മാത്രമാണ് ഒരു ജീവാത്മാവിന്റെ സനാതന ധർമ്മം എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അർജുനൻ ഇവിടെ കുലധർമ്മ സനാതന എന്ന് പറഞ്ഞത്? അർജുനൻ ആ ധർമ്മത്തെ പറ്റിയാണോ പറയുന്നത്? ഭഗവത്ഗീതയുടെ തുടക്കമായിട്ടേ ഉള്ളൂ. അർജുനൻ സനാതന ധർമ്മത്തെ പറ്റി അല്ലെങ്കിൽ ഒരു ജീവാത്മാവിന് ഭഗവാനോടുള്ള ബന്ധത്തെ പറ്റി ഇതുവരെ പഠിച്ചിട്ടില്ല. ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിനി വരുന്നതേ ഉള്ളൂ. 12ാമത്തെ അധ്യായത്തിലൊക്കെ 6 മുതൽ 12ാമത്തെ അധ്യായത്തിലാണ് ഭക്തിയോഗത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അർജുനൻ ആ ഒരു എന്താണ് അടിസ്ഥാനത്തിലല്ല ഇവിടെ സനാതനം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മള് പലപ്പോഴും പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ധർമ്മത്തെക്കുറിച്ച്. പല ധർമ്മത്തെക്കുറിച്ച് നമ്മളും പറയാറുണ്ട്. എന്താണ്? ഡ്യൂട്ടി അല്ലെങ്കിൽ കടമ എന്ന് ചിലപ്പോൾ പറയും. നേച്ചർ, സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ സ്വഭാവം കൊണ്ട് നമ്മൾ ചെയ്യുന്ന, അതിനെയും നമ്മൾ ധർമ്മം എന്ന് പറയാറുണ്ട്. പിന്നെ എന്താണ്? റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, അതിനും നമ്മൾ എന്ത് പറയാറുണ്ട്? ധർമ്മം തന്നെ പറയാറുണ്ട്. ഇനി റോൾ, എനിക്ക് വഹിക്കാനുള്ള പങ്ക്, ഇതിനെല്ലാത്തിനെയും നമ്മൾ ചിലപ്പോ ധർമ്മം അല്ലെങ്കിൽ കടമ അങ്ങനത്തെ പല പേരുകളിൽ പറയുമെങ്കിലും ഇതൊന്നും എറ്റേണൽ അല്ല. നമ്മൾ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഡ്യൂട്ടി ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സനാതനം എന്നതിനെ വിളിക്കാൻ പറ്റില്ല. ഒരേ ഒരു സനാതന ധർമ്മമേ ഉള്ളൂ. എന്താണ്? ജീവന് കൃഷ്ണനോടുള്ള ധർമ്മം, പരിശുദ്ധ ഭക്തിയുത സേവനം. അപ്പൊ അർജുനൻ ഈ കടമയെ പറ്റി അല്ല എന്തായാലും നമുക്ക് മനസ്സിലായി. കാരണം അർജുനൻ വന്നിട്ട് ഈ മിത്രദ്രോഹേച്ഛ പാതകത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്ററിലൊന്നും സനാതന ധർമ്മത്തെ പറ്റി അർജുനൻ ചിന്തിക്കുന്നതേ ഇല്ല. പ്രധാന ഊന്നൽ എന്താണ് ഇവിടെ? തന്റെ കുലത്തിന്റെ ധർമ്മം. അപ്പൊ എന്തുകൊണ്ടാണ് അർജുനൻ കുലത്തിന്റെ ധർമ്മത്തിനെ സനാതനം എന്ന് പറഞ്ഞത്? രണ്ടർത്ഥം. ഒന്ന്, വളരെ കാലമായിട്ട് നിലനിന്നു പോകുന്നത്, അതിനെ നമ്മൾ പുരാതനം എന്ന് പറയും. അതിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിനെ വിവക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ സനാതനം എന്ന വാക്ക് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ അർജുനൻ വന്നിട്ട് ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ അർജുനൻ ഒന്ന് എന്ന് പറഞ്ഞാൽ അർജുനൻ എന്ത് ചെയ്തു? ഈ സനാതനം എന്ന വാക്ക് ഉപയോഗിച്ചത് ഈ കുറെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന കുലധർമ്മം, അതായത് പുരൂരവസ് എന്ന് പറയുന്ന രാജാവിന്റെ കാലം മുതലേ എത്ര ജനറേഷൻ കഴിഞ്ഞിട്ടും അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന ധർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നില്ല? നശിച്ചു പോയിരുന്നില്ല. ആൾക്കാരോടുള്ള സഹിഷ്ണുതയും മറ്റുള്ളവരോടുള്ള കനിവും പ്രജകളോടുള്ള വാത്സല്യവും പ്രജാ സംരക്ഷണം, ഇങ്ങനത്തെ എന്താണ് ആ ധർമ്മങ്ങളൊക്കെ ഭീഷ്മരുടെ കാലത്തും അദ്ദേഹത്തിന്റെ അച്ഛനായ ശന്തനുവിന്റെ കാലത്തും അദ്ദേഹത്തിന്റെ അച്ഛനായ പ്രദീപ അദ്ദേഹത്തിന്റെ കാലത്തും അദ്ദേഹത്തിന്റെയും അച്ഛനായിരുന്ന അങ്ങനെ പോകുമ്പോഴേക്കും അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്? അവരുടെ ലീനിയേജ് എന്ന് പറയുന്നത് എവിടെയാണ്? അങ്ങ് പുരൂരവംശത്തിന്, പുരുവംശം എന്നാണ് ആക്ച്വലി. കൗരവർ എന്ന് പറഞ്ഞു വരുന്നത് കുരുവംശം, കുരു രാജവംശം എന്ന യഥാർത്ഥ പേര് പുരുവംശം എന്നാണ്. അപ്പൊ ഈ ഒരു വംശം എന്ന് പറഞ്ഞാൽ എത്ര കാലങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ജനറേഷൻസ് ആയിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പോ ആ ഒരു ലീനിയേജ് അല്ലെങ്കിൽ ആ ഒരു പുരാതനം എന്ന വാക്കിനെ പ്രതിനിധീകരിക്കാനായിരിക്കണം അർജുനൻ സനാതനം എന്ന് ഉദ്ദേശിച്ചത്. ഇനി രണ്ട്, അർജുനൻ ഇപ്പോ മായയിലാണ്. അർജുനൻ അറിയില്ല എന്താണ് യഥാർത്ഥത്തിൽ സനാതന ധർമ്മം, എന്താണ് യഥാർത്ഥത്തിൽ ഭൗതികമായിട്ടുള്ള ധർമ്മം എന്ന്. അതുകൊണ്ട് അർജുനൻ എന്ത് ചെയ്യുന്നു? ഭൗതികമായിട്ടുള്ള ധർമ്മത്തിനെ സനാതനം എന്ന് തെറ്റിദ്ധരിക്കുന്നതുമായിരിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാവാം ഇവിടെ കുലധർമ്മ സനാതന എന്ന് അർജുനൻ പറഞ്ഞത് എന്ന് പ്രഭുപാദ് പറയും. അപ്പോ പക്ഷെ നമുക്കറിയാം അർജുനൻ രണ്ടാമത്, അതായത് മായയിൽ അകപ്പെട്ട് പറയുന്നതാണെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരു ധർമ്മവും സനാതനമല്ല. നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കും, ആൻഡ് ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഭൗതിക ലോകത്ത് ഇല്ല തന്നെ. എന്താണ്? ഒരു ഭൗതിക സുഖവും താൽക്കാലികം മാത്രമാണ്, ഒരിക്കലും അനശ്വരമാവുകയില്ല. അപ്പോ അല്ലെങ്കിൽ നമുക്കിത് ചിന്തിച്ചു നോക്കിയാലോ, നമ്മുടെ കുലധർമ്മം എങ്ങനെ സനാതനമാകാനാണ്? ഞാൻ ഇന്ന കുലത്തില് ഈ ഒരു ജന്മത്തിൽ ജനിച്ചു എന്ന് വിചാരിക്കുക.
എന്റെ മരണത്തിന് ശേഷം എനിക്ക് അടുത്ത ശരീരം കിട്ടുമ്പോൾ ഞാൻ ഏത് കുലത്തിൽ ജനിക്കും? അപ്പൊ പിന്നെ എന്റെ കുലധർമ്മം എന്തായിരിക്കും? ഈ കുലത്തിന്റെ ധർമ്മമാണോ ആ കുലത്തിന്റെ ധർമ്മം? അല്ല. ഇനി നമ്മള് മൃഗങ്ങളുടെ വർഗത്തിൽ ജനിച്ചുവെന്നോ, പക്ഷികളുടെ വർഗത്തിൽ ജനിച്ചുവെന്നോ, പുഴുക്കളുടെ വംശത്തിൽ ജനിച്ചുവെന്നോ, അങ്ങനെ എത്ര ജന്മങ്ങൾ നമ്മൾ എടുത്തിരിക്കാം. അവിടെ എല്ലാം നമ്മുടെ കുലധർമ്മം ഒന്ന് തന്നെയാണോ? അല്ല. അതുകൊണ്ട് തന്നെ കുലധർമ്മം സനാതനമാകാനുള്ള ഒരു സാധ്യതയും ഇല്ല. അപ്പൊ ഈ അപ്പൊ പിന്നെ നമുക്ക് കുലധർമ്മത്തിനോട് എന്തെങ്കിലും ആസക്തി വേണോ? ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഈ ഒരു ജന്മത്തിൽ മാത്രമേ ഈ കുലത്തിലെ ധർമ്മത്തിനെ കുറിച്ച് ബേജാറാവേണ്ട ആവശ്യമുള്ളൂ. അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ നമ്മൾ ഏത് കുലത്തിലായിരുന്നിരിക്കാം, അറിയില്ല. അപ്പൊ നമ്മൾ ആ കുലത്തിനെ ധർമ്മത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. പക്ഷെ മരണശേഷം നമ്മൾ വേറെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ അർജുനന് ഈ കുലധർമ്മത്തിനെ കുറിച്ച് ഇത്രയധികം ചോദിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒന്നിനോടും എന്ത് വേണ്ട, അമിതമായിട്ടുള്ള ആസക്തി വേണ്ടേ വേണ്ട. ഒരു പ്രശ്നമുണ്ട് ഈ അമിതമായിട്ടുള്ള ആസക്തിക്ക്. എന്താണെന്നറിയാമോ? നമ്മള് ഏത് കാര്യത്തിനോടാണോ ആസക്തി പുലർത്തുന്നത് ആ കാര്യത്തെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണും. എന്നാൽ യഥാർത്ഥത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ കാണുകയുമില്ല. നമ്മൾക്ക് ഒരു കാര്യത്തിനോട് അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനായിരിക്കില്ല ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്ത നമുക്ക് യഥാർത്ഥത്തിൽ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന കാര്യങ്ങൾ വേറെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യത്തിനോട് ആസക്തി ഉള്ളത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ടേ അതുള്ളൂ എന്നും പറഞ്ഞ് ചിന്തിച്ച് നമ്മൾ മറ്റതിനെ കാണുക പോലുമില്ല. ഇതാണ് അർജുനന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അർജുനൻ എന്തിനെയാണ് നോക്കുന്നത്? കുലധർമ്മം, കുലധർമ്മം, കുലധർമ്മം. ഇതാണ് അർജുനന്റെ പ്രൈം ഇമ്പോർട്ടൻസ്. പക്ഷെ അർജുനൻ വിചാരിക്കുന്നുണ്ടോ ഞാനൊരു ജീവാത്മാവാണ്, ഞാൻ ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്, അല്ലെങ്കിൽ ഞാൻ ഈശ്വരന്റെ അംശമാണ്, എന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ആ കുലധർമ്മം എന്ന് പറയുന്നതാണോ? അല്ല. എന്റെ ധർമ്മം എന്ന് പറയുന്നത് ഭക്തിയുത സേവനം, ഭഗവാൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ്. അർജുനൻ അപ്പോഴേ എന്തായിരിക്കാം, ഈ കുലധർമ്മത്തിനെ ഇമ്പോർട്ടന്റ് ആക്കി എടുത്തത് കൊണ്ടാണ് അർജുനന് മറ്റേ ധർമ്മത്തിനെ കാണാൻ പറ്റാത്തത്. ഏത് ധർമ്മം? സനാതന ധർമ്മത്തിനെ. അതുകൊണ്ടാണ് അർജുനൻ എന്ത് ചെയ്തത്? ഈ കുലധർമ്മവും സനാതന ധർമ്മവും ഒന്ന് തന്നെയാണെന്ന് തെറ്റിദ്ധരിക്കാനും കാരണം. കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനൻ പറയുകയും ചെയ്തു, ലോഭോ അപഹത ചേതസ. അതായത് ആ ദുര്യോധനനും അവന്റെ കൂട്ടുകാരും ഒക്കെ ആർത്തി മൂത്തിട്ടായിരിക്കാം ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത്. അദ്ദേഹം എന്തിനാണ് അങ്ങനെ വ്യാഖ്യാനം നൽകിയത്? അദ്ദേഹം ലോഭം അല്ലെങ്കിൽ ആർത്തി കൊണ്ട് കണ്ണു കാണാൻ പാടില്ലാതെയായി ദുര്യോധനൻ. അതുകൊണ്ട് ദുര്യോധനനാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് കളമൊരുക്കിയത്. കാരണം അത്രയ്ക്ക് അട്രോസിറ്റീസ് ദുര്യോധനൻ ചെയ്തിട്ടുണ്ടല്ലേ. ആ ദുര്യോധനാണ് ഇതിന്റെ എല്ലാം കാരണക്കാരൻ എന്ന് അർജുനന് മനസ്സിലായി. എന്നിട്ടും അർജുനൻ പറയുകയാണ് എന്തായിരുന്നു ആർത്തി അല്ലെങ്കിൽ എന്താണ് ആസക്തി തന്നെയാണ് ദുര്യോധനന്റെയും പ്രശ്നമായിരുന്നത്. ഇവിടെ അർജുനനും സെയിം പ്രശ്നമാണ്. കുലത്തിനോടുള്ള അമിത ആസക്തി കൊണ്ട് അർജുനൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ്? സ്വന്തം ധർമ്മമായിട്ടുള്ള എന്താണ് ഈ അധർമ്മികളെയൊക്കെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഭഗവാന്റെ ഡ്യൂട്ടിക്ക് സപ്പോർട്ട് ചെയ്യാനാണ് അർജുനൻ പരിശുദ്ധ ഭക്തൻ അല്ലേ? ഭഗവാനെ സപ്പോർട്ട് ചെയ്യാനാണ് ആര് പരിശുദ്ധ ഭക്തൻ. പക്ഷേ അർജുനൻ അത് മറന്നുപോയി. പിന്നെ അർജുനൻ പറയുന്നു, ഒരു രാജവംശത്തിന്റെ ധർമ്മത്തിനെ പറ്റിയാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ധർമ്മമാണോ അർജുനൻ ഇമ്പോർട്ടന്റ് ആവേണ്ടത്? അല്ല. ഏത് ധർമ്മമാണ് ഇമ്പോർട്ടന്റ് ആവേണ്ടത്? എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ധർമ്മം നിലനിൽക്കുമോ എന്നൊക്കെ അർജുനൻ ചിന്തിച്ച് ബേജാറാവുകയാണ് വെറുതെ. പക്ഷെ അതിനെക്കുറിച്ചല്ല അർജുനൻ ചിന്തിക്കേണ്ടത് എന്ന്. അർജുനൻ അങ്ങനെ ചിന്തിക്കുന്നതിന് കാരണമുണ്ട്. എന്താണെന്ന് അറിയാമോ? അന്നത്തെ എല്ലാ ക്ഷത്രിയ രാജാക്കന്മാരും ഇങ്ങനെ തന്നെ ചെയ്തിരുന്ന ആൾക്കാരാണ്. കുലമഹിമ എന്ന് പറയുന്നത് അവർ പ്രൈം ഇമ്പോർട്ടന്റ് ആയിരുന്നു. എന്താണ് കുലമഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്റെ മുന്നിലുള്ള ആ രാജാക്കന്മാർ വന്നിട്ട് ചെയ്തു പോന്നിരുന്ന വളരെ മികച്ചായിട്ടുള്ള പ്രജാക്ഷേമ തൽപരമായിട്ടുള്ള പ്രവൃത്തികളെ ഒരു മഹിമയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അത് അടുത്ത തലമുറയിലേക്ക് എന്ത് ചെയ്തു കൊടുക്കുകയാണ്? പകർന്നു കൊടുക്കുകയാണ് ആ രാജാക്കന്മാരുടെ എല്ലാം തലമുറകളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു പരിധി വരെ അത് നല്ലതാണ്. കാരണം എന്ത്? ആ കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുലത്തിന് കളങ്കമാകുന്ന തരത്തിലുള്ള ഒരു കാര്യവും അവർ ചെയ്യാൻ ഒന്ന് മടിക്കും. അവർക്ക് അങ്ങനെയുള്ള ടെംപ്ടേഷൻ വന്നാലും, അയ്യോ എന്റെ കുലം, ഈ കുലത്തിൽ ഇന്ന രാജാക്കന്മാരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തുകൂടാ എന്നൊക്കെ ചിന്തിച്ചിട്ട് അവരെന്ത് ചെയ്യും? തെറ്റ് ചെയ്യാൻ മടിക്കും. ഒരു കണക്കിന് അത് നല്ലതാണ്. പക്ഷേ വേറൊരു വശം ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുലത്തിന്റെ മാത്രം ധർമ്മത്തിനെ കുറിച്ച് ചിന്തിച്ച് അവർ ആ ഒരു
എന്താണ് ഒരു പർട്ടിക്കുലർ കുലത്തിനകത്ത് തന്നെ ബന്ധിച്ചിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ രാജാവ്, അതായത് അർജുനൻ എന്ന് പറയുന്ന ആള് ഈ കുലത്തിനകത്ത് മാത്രമല്ല, ഇനി അയാൾക്ക് വേറൊരു ബന്ധവും കൂടിയുണ്ട്. എന്താണ്? ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. ഈ കുലമാണോ ഭഗവാനാണോ പ്രാധാന്യമുള്ളത് എന്ന് ചിന്തിക്കാൻ കുലത്തിനെ പറ്റിയുള്ള മഹിമ കൊണ്ട് അർജുനന് ചിലപ്പോ പറ്റുന്നില്ല. നമ്മളെല്ലാം ജീവാത്മാക്കളാണെന്നും മാനശ്വരന്മാരാണെന്നും നമ്മുടെ പരമാത്മാവിനോടുള്ള ബന്ധം മാത്രമേ എന്നും നിലനിൽക്കുകയുള്ളൂ എന്നും ഒക്കെ മനസ്സിലാക്കാനാണ് എന്ത് യഥാർത്ഥത്തില് ഉള്ള ധർമ്മം, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, പ്രാധാന്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്നും ഈ കുലമഹിമ 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 എന്നുള്ള ആ ഒരു ചട്ടക്കൂടിനകത്ത് തന്നെ ഇരിക്കും. ഇതിനകത്തു നിന്ന് നമുക്ക് പുറത്തു ചാടാൻ പറ്റുകയില്ല. എന്നിട്ട് അർജുനൻ എന്താണ് പറയുന്നത്? ഇതാണ് ആദ്യത്തെ പോയിന്റ്. എന്താണ് ആദ്യത്തെ പോയിന്റ്? കുലധർമ്മത്തിനെ സനാതനം എന്ന് പറയാൻ കാരണം അനേക കാലങ്ങളായിട്ട് പുലർത്തി പോന്നിരുന്ന ധർമ്മമാണത്. പക്ഷെ അത് നല്ലതാണ്. ഒന്ന്, തെറ്റ് ചെയ്യാൻ വേണ്ടി മടിക്കും കുലധർമ്മത്തിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടെങ്കിൽ. രണ്ട്, നേരെ ഓപ്പോസിറ്റുമാണ്. കാരണം അതിനെക്കുറിച്ച് മാത്രമാണ് പ്രാധാന്യമെങ്കിൽ മറ്റു ധർമ്മം, അതായത് ഭഗവാന്റെ സേവകനാണ് ഞാൻ എന്നുള്ള ധർമ്മത്തിനെ കുറിച്ച് നമ്മൾ മറന്നു പോകാനും സാധ്യതയുണ്ട്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഇതിനകത്തുനിന്ന് നമുക്ക്, ഈ ശ്ലോകത്തിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം. എന്താണ് അതിന്റെ അർത്ഥം? ധർമ്മേ, ധർമ്മം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നഷ്ടേ കുലം കൃത്സ്നം, മുഴുവൻ എന്താണ് കുലവും അധർമ്മോഭിഭവത്യുത, എന്താണ് അധർമ്മം നിറഞ്ഞതായിത്തീരും. ഇത് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് എന്നാണ് ആചാര്യന്മാര് പറയുന്നത്. എന്താണ് ചിന്തിക്കാനുള്ളത്? നമുക്കറിയാം, ഈ ലോകത്തില് ധർമ്മവും അധർമ്മവും തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. ഡാർക്ക്നെസ്സും ലൈറ്റും തമ്മിൽ കംപ്ലീറ്റ് എപ്പോഴും യുദ്ധമാണ്. നോക്കൂ, ഈ മുറിയിൽ ഇവിടെ വെട്ട ഇട്ടിരിക്കുന്നത് കൊണ്ടാണ്, ലൈറ്റ് ബൾബ് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ്, ട്യൂബ് ലൈറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എന്തുള്ളത്? പ്രകാശമുള്ളത്. ഒന്ന് അണച്ചു നോക്കൂ, അപ്പം മുഴുവൻ ഇവിടെ ഇരുട്ടാകും. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ അന്ധകാരം ഇല്ലാതിരിക്കുന്നത്. അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മുഴുവൻ അന്ധകാരമാണ്. ഒരു വൈദ്യുത ബൾബോ ഒരു ദീപമോ എന്തെങ്കിലും ഒക്കെ കത്തിച്ചു വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഈ അന്ധകാരത്തിനെ അകറ്റാൻ പറ്റുകയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ മുൻതൂക്കം ആർക്കാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. വെട്ടത്തിനാണോ അല്ലെങ്കിൽ വെളിച്ചത്തിനാണോ ഇരുട്ടിനാണോ കൂടുതൽ മുൻതൂക്കമുള്ളത്? ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ മുൻതൂക്കം ഇരുട്ടിനാണെന്നല്ലേ? അല്ലെ, നമ്മൾ എക്സ്റ്റേണലി എന്തെങ്കിലും സാധനം കത്തിച്ചു വെച്ചാലല്ലേ എന്ത് മാറുകയുള്ളൂ? ഈ അന്ധകാരം മാറുകയുള്ളൂ. അതേപോലെ നമുക്ക് വേണമെങ്കിൽ പറയാം, സ്വാഭാവികമായിട്ടും ഈ ലോകത്ത് മുൻതൂക്കം അധർമ്മത്തിനാണ്, അല്ലേ? ന്യൂട്ടൺ എന്താണ്, സയൻസിൽ ഒരു ലോ ഉണ്ട്, ലോ ഓഫ് എൻട്രോപ്പി. ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. എന്താണ് അതിനകത്ത് പറയുന്നത്? ഇഫ് എ സിസ്റ്റം ഇസ് ലെഫ്റ്റ് ടു ഇറ്റ് സെൽഫ്, it will move towards increasing disorder. എന്താണ്? ഇഫ് എ സിസ്റ്റം, ഒരു സംവിധാനത്തെ അങ്ങനെ തന്നെ ആരും നിയന്ത്രിക്കാതെ വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? It will move towards an increasing disorder. അത് അങ്ങനെ തന്നെ ഇരിക്കുവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഗവൺമെന്റ് ഓഫീസ്, ആ ഗവൺമെന്റ് ഓഫീസിൽ മേലധികാരി എന്ന് പറയുന്ന ആള് അവിടെ വരാറേയില്ല. ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടെയുള്ള ക്ലർക്കുകളും മറ്റു ആൾക്കാരും 10 ദിവസമൊക്കെ സ്വന്തമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് ആലോചിച്ച് എന്ത് ചെയ്യും? മിണ്ടാതെയൊക്കെ ഇരിക്കും. പക്ഷെ പതുക്കെ പതുക്കെ ഒരാൾ കൈക്കൂലി വാങ്ങും, അടുത്തയാൾ കൈക്കൂലി വാങ്ങും. ഫയൽ നോക്കിയാൽ നോക്കി, ഇല്ലെങ്കിൽ ഇല്ല. എന്താണ്, ഈ സാധനങ്ങളൊക്കെ പാസ്സാക്കിയാൽ ആയി, ഇല്ലെങ്കിൽ ഇല്ല. ആൾക്കാര് വരും, ബഹളം വെക്കും, പോകും. അവർക്കിതൊന്നും ബാധകമേ അല്ല. ആരെങ്കിലും ഇത് നേരെ ചൊവ്വേ നോക്കി നടത്താൻ ഒരു മേലാൾ, അല്ലെങ്കിൽ ഒരു നിയന്ത്രണത്തിന് ഒരാൾ ഇല്ലെങ്കിൽ ഒരു ഓഫീസിലോ ഏത് സംവിധാനത്തിലും ആകട്ടെ ഇതാണ് നടക്കുന്നത്. ഗവൺമെന്റിലും അങ്ങനെ തന്നെയാണ്. ഒരു ഭരണ സംവിധാനത്തില് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആരാണ് കാര്യക്ഷമനല്ലെങ്കിൽ മൊത്തം എന്തായിരിക്കും? ഡിസോർഡർ മാത്രമായിരിക്കും. അത് ലോകത്തിന്റെ നിയമമാണ്. കാരണം ആൾക്കാർക്ക് ഈ ഒരു അന്ധകാരമാണ് മുൻതൂക്കം, അല്ലെങ്കിൽ അധർമ്മത്തിനാണ് മുൻതൂക്കം. നമ്മൾ വിചാരിക്കും ലോകം മുഴുവൻ ധർമ്മത്തിനാണ് അല്ല, ലോകം മുഴുവൻ അധർമ്മത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ആരും നോക്കാനില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ സംവിധാനവും താറുമാറായി കിട്ടും. അതാണ് ലോ ഓഫ് എൻട്രോപ്പി എന്ന് പറയുന്നത്. എന്താണ്? ഇഫ് എ സിസ്റ്റം ഈസ് ലെഫ്റ്റ് ടു ഇറ്റ് സെൽഫ്, ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ഇൻക്രീസിങ് ഡിസോർഡർ എന്ന് പറയും.
അതുകൊണ്ടാണ് എല്ലാറ്റിനും മേൽനോട്ടം വഹിക്കാൻ ഒരാൾ വേണം എന്ന് പറയുന്നത്. ധർമ്മിഷ്ഠനായ ഒരു രാജാവ്, ഒരു ഭരണാധികാരി, അല്ലെങ്കിൽ ഈ ധർമ്മം ഒക്കെ ആ രാജാവിന്റെയും ഭരണാധികാരിയുടെ ഒക്കെ കയ്യിൽ നിൽക്കാൻ പറ്റാത്ത ധർമ്മമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഭഗവാൻ തന്നെ വരേണ്ടി വരും. എന്താണ്? സംഭവാമി യുഗേ യുഗേ എന്നും പറഞ്ഞിട്ട് ഒന്നുകിൽ ഭഗവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയോ വരേണ്ടി വരും, അല്ലെ? അവിടെ അർജുനൻ വന്നിട്ട് നമുക്ക് ഈ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത എന്ന് ഫ്യൂച്ചറിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ രണ്ടാമത് പഠിക്കുന്നത്. ഇത് നമ്മളുടെ ചുറ്റുപാടിൽ മാത്രമല്ല, നമ്മുടെ അവബോധം, അതായത് കോൺഷ്യസ്നെസ്സിലും എന്തുണ്ടാവേണ്ടതാണ്? ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ധർമ്മത്തിനാണോ അധർമ്മത്തിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ്, കൂടുതൽ ഇൻഫ്ലുവൻസ് അധർമ്മത്തിനാണെന്നല്ലേ പറഞ്ഞത്? എൻട്രോപ്പി എന്നല്ലേ പറഞ്ഞത്? അതായത് ഡിസോർഡർ എന്നല്ലേ പറഞ്ഞത്? അതേപോലെയാണ് നമ്മുടെ കോൺഷ്യസ്നെസ്സും. നമ്മുടെ കോൺഷ്യസ്നെസ് ഭൗതികമായിട്ട് മൊത്തത്തിൽ ഡിസോർഡറിലാണ് കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതിനെ ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിഷ്യേഷൻ എടുക്കുന്നതും നമ്മുടെ നിയാമക തത്വങ്ങളെ കുറിച്ച് പഠിക്കുന്നതും അത് പാലിക്കുന്നതും ഒക്കെ. ബോധപൂർവം നമ്മൾ എന്ത് ചെയ്തില്ല എങ്കിൽ ഈ നിയമങ്ങളെ, നോ ഇല്ലിസിറ്റ് സെക്സ്, നോ മീറ്റ് ഈറ്റിംഗ്, നോ ഗാംബ്ലിംഗ്, നോ ഇൻടോക്സിക്കേഷൻ, അറ്റ്ലീസ്റ്റ് 16 റൗണ്ട്സ് ഓഫ് ചാൻഡിങ് ആൻഡ് എല്ലാം, ഇതൊക്കെയാണ് നമ്മളുടെ എന്ത്? സൂര്യൻ. എന്തിനെ? അന്ധകാരത്തിനെ അല്ലെങ്കിൽ എൻട്രോപ്പിനെ അല്ലെങ്കിൽ ഡിസോർഡറിനെ അല്ലെങ്കിൽ അധർമ്മത്തിനെ ഇല്ലാതാക്കാനുള്ള സൂര്യൻ ആരാണ്? ഈ നിയാമക തത്വങ്ങളാണ്. അപ്പോ നമ്മൾ ഇനിഷ്യേഷന്റെ സമയത്ത് എടുക്കുന്ന നമ്മൾ കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹൃദയത്തില് ധർമ്മം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. എപ്പോഴാണോ ഈ നിയമങ്ങളൊക്കെ തെറ്റിക്കുന്നത്, ജപത്തിന്റെ പിന്നെ ഇമ്പോർട്ടൻസ് ഒക്കെ കുറയ്ക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലും എന്താവും? കോമൺ ആയിട്ട് എന്ത് സംഭവിക്കും? നമ്മൾ വിചാരിക്കരുത് ഇത്രയും നാളും നമ്മൾ ജപിച്ചു, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത്, ഇനി 10 ദിവസം ജപിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 10 ദിവസം അമ്പലത്തിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാരണം എന്താണ്? എപ്പോഴാണോ ജപം കുറയുന്നത്, സർവീസ് കുറയുന്നത്, അപ്പോ പതുക്കെ ഈ അന്ധകാരം വരും. ആരാണ് ഈ അന്ധകാരം? മായ. ആ മായ വരും. പിന്നെ നമുക്ക് ഇതിനെ തിരിച്ച് ഒരു ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് ധർമ്മത്തിന്റെ ഈ ഹൃദയത്തിലും, നമുക്ക് നമ്മുടെ ഹൃദയത്തിലും മുഴുവൻ ലോകത്തിലും ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് ബോധപൂർവം പരിശ്രമിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ബാക്കിയുള്ളവരെ നന്നാക്കുന്നതിന് മുന്നേ സ്വയം നന്നാവണം. എന്തായിരുന്നു ചൈതന്യ മഹാപ്രഭു പറയുന്നത്? ഭാരത ഭൂമിത്തെ ഹോയില മനുഷ്യ ജന്മയാര ജന്മ സാർത്ഥക കരി കരപര ഉപകാരം. ആദ്യം കരപര ഉപകാര എന്നല്ല പറയുന്നത്. എന്താണ് പറയുന്നത്? ആദ്യം ഭാരതഭൂമിത്തെ ഹോയ് മനുഷ്യ ജന്മയാര. ആരൊക്കെയാണോ ഈ ഭാരതഭൂമിയിൽ വളരെ വിശേഷപ്പെട്ട ഭാരതം എന്ന് പറയുന്ന ഈ ഒരു എന്താണ് സ്ക്രിപ്ചറൽ നോളജ് ഉത്ഭവിച്ച, അല്ലെങ്കിൽ വൈദിക ജ്ഞാനത്താൽ അന്ന് വളരെയധികം പ്രചോദിതമായിരുന്ന സ്ഥലത്ത് ആരാണോ ജനിച്ചിരിക്കുന്നത്, അവരെല്ലാവരും എന്ത് ചെയ്യണം? ജന്മസാർത്ഥകരി. ആദ്യം സ്വയം നന്നാവണം. ജന്മസാർത്ഥകരി, പിന്നെ കരപര ഉപകാരം. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. നമ്മളുടെ ജന്മം സാർത്ഥകമായി കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നതിനെ കണ്ട് ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ പറഞ്ഞു കൊടുത്താലും അവർ ഇൻസ്പയർ ആകും. പക്ഷേ പര ഉപകാരത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവൂല? ആൾക്കാര് മൈൻഡ് ചെയ്യൂല. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞിട്ട് നിങ്ങൾ ഇതല്ലേ ചെയ്യുന്നത് എന്നവർ നമ്മളോട് തിരിച്ചു ചോദിക്കും. അപ്പൊ അതുകൊണ്ടാണ് ബോധപൂർവം നമ്മുടെ ഹൃദയത്തിലും സമൂഹത്തിലും എന്ത് വേണം? ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ സ്വാഭാവിക ടെൻഡൻസി ആയിട്ടുള്ള ഈ അധർമ്മത്തിൽ നിന്നും നമ്മുടെ ബോധത്തിനെ കംപ്ലീറ്റ്ലി മാറ്റണം. ആ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വോവ്സ്, ഇനിഷ്യേഷൻ വോവ്സ്, ഇലസിറ്റ് സെക്സ്, ഗാംബ്ലിംഗ്, മീറ്റ് ഈറ്റിംഗ്, ഇൻടോക്സിക്കേഷൻ, പിന്നെ ഇതൊക്കെ ഒഴിവാക്കി പിന്നെ എന്താണ്? സീരിയസ് ആയിട്ട്, സിൻസിയർ ആയിട്ട് 16 റൗണ്ട്സ് ജപ പ്ലസ് സീരിയസ് ഡിവോഷണൽ സർവീസ്, വിസിബിൾ ഡിവോഷണൽ സർവീസ്. ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിസിബിൾ, ആൾക്കാർക്ക് കാണണം. ഈ മാതാജി അല്ലെങ്കിൽ പ്രഭു പറയുന്നത് അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണണം. എന്നാൽ മാത്രമേ ആൾക്കാരെ ഇൻഫ്ലുവൻസ്ഡ് ആവത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മൾക്ക് ഭഗവാനോട് ഒത്ത്, വൈഷ്ണവരോട് ഒത്ത് നിന്നാൽ മാത്രമേ ഈ അധർമ്മത്തിനെ ഒരു സൈഡിലേക്ക് തൂത്തുമാറ്റാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ അധർമ്മം നേരെ ചാടി നമ്മുടെ അകത്ത് കയറും.
ഉം പക്ഷേ ഇവിടെ ഒരു കാര്യം നടന്നു. എന്താണെന്നറിയാമോ? ഇവിടെ ഇപ്പൊ ഈ കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതനാധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മഭിഭവത്യുത എന്നൊക്കെ പറഞ്ഞ് അർജുനൻ ഭഗവാനോട് വളരെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണല്ലോ. ആദ്യം ഒന്നും അർജുനന്റെ ഈ വാക്കിനെ കൃഷ്ണൻ ഖണ്ഡിക്കാനൊന്നും പോകുന്നില്ല. കാരണം എന്താണ്? ശരിയാണ് അർജുന, ആ അധർമ്മത്തിനും ധർമ്മത്തിനും ഇടയിൽ സ്ഥിരം കോൺട്ര യുദ്ധമാണ് എന്നൊക്കെ കൃഷ്ണനും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പ്രതിവിധി എന്താണെന്നാണ് അർജുൻ വിചാരിക്കുന്നത്? കുലധർമ്മത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതിനാര് ജീവിച്ചിരിക്കണം? കുലത്തിലുള്ള ക്ഷത്രിയന്മാർ ജീവിച്ചിരിക്കണം. ആരാണ് ഈ കുലത്തിലുള്ള ക്ഷത്രിയന്മാർ? ഭീഷ്മദ്രോണാദികൾ. അത് മാത്രം ഭഗവാൻ പിടിച്ചിട്ടില്ല. എന്താണ്? അത് മാത്രം ഭഗവാൻ പറഞ്ഞ അല്ല അർജുന, അങ്ങനെയല്ല. അർജുനൻ വിചാരിക്കുകയാണ് ഈ ദുര്യോധനാദികളെ പോലെയുള്ള ക്ഷത്രിയന്മാർ നിലനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുലധർമ്മം താനേ ശരിയാകുമെന്ന്. അല്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അല്ല അർജുന, നീ പറയുന്ന കുലധർമ്മത്തിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് നിയമിതരായിരിക്കുന്ന ഭീഷ്മദ്രോണാദികളും ദുര്യോധനന്റെ കൂടെ ചേർന്നിട്ട് എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുകയായിരുന്നു? ആ കുലധർമ്മത്തിനെ തന്നെ വേരോടെ അറുത്ത് കളയുകയായിരുന്നു. പുത്രവധുവിനെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് മിണ്ടാതെ ഇരുന്നു. ഒരു വാക്ക് പോലും പറഞ്ഞില്ല, അല്ലെങ്കിൽ തടഞ്ഞില്ല. ഇതൊക്കെ എന്താണ്? കുലധർമ്മത്തിന് രാജധർമ്മത്തിനെയൊക്കെ എന്താണ് നശിപ്പിക്കുന്ന കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നീ പറയുന്ന പ്രതിവിധി, അതായത് ഇവരെല്ലാരും ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ കുലധർമ്മം പെർസിസ്റ്റ് ചെയ്യും എന്നൊക്കെ നീ പറയുന്നത്, അതിനോട് എനിക്ക് യോജിപ്പില്ല അർജുന. അതെന്താണ്? അർജുനൻ ഇപ്പൊ മനസ്സിലാകുന്നില്ല. അർജുനൻ പറയുമ്പോഴൊന്നും കൃഷ്ണൻ ഖണ്ഡിക്കുന്നില്ല. പക്ഷെ എന്നാലും കൃഷ്ണൻ ഇനി പറഞ്ഞു കൊടുക്കും. എപ്പൊ പറഞ്ഞു കൊടുക്കും? 3-ാമത്തെ ചാപ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും അർജുനനോട് പറയും, ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ്, നീ പറയുന്ന കുലധർമ്മത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാർ തന്നെയാണ് ഈ കുലധർമ്മത്തിനെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത്. അപ്പൊ നിനക്ക് കുലധർമ്മത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കുലധർമ്മത്തിനെ നശിപ്പിച്ച ആൾക്കാരെ നശിപ്പിക്കണം. സിമ്പിൾ. എന്താണ്? കുലധർമ്മം എന്ന് പറയുന്നത് സനാതനമാണെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി അറിഞ്ഞിരിക്കുകയാണ് ദുര്യോധനനും മറ്റുള്ള ആൾക്കാരും. അങ്ങനെയുള്ളപ്പോ നിനക്ക് കുലധർമ്മത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നല്ലേ നീ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ നശിപ്പിക്കുന്ന ആൾക്കാരെ നീ നശിപ്പിക്കണം, ഓബ്വിയസ്ലി, അല്ലേ? അത് പിന്നെ ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യും? അർജുനന്റെ ഈ തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ വേണ്ടിയും ഭഗവാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ രണ്ടാമത് എന്ത് പഠിച്ചു? രണ്ടാമത് നമ്മൾ പഠിച്ചത് സമൂഹത്തിൽ എൻട്രോപ്പിയുടെ നിയമം അനുസരിച്ച് എല്ലാ സംവിധാനത്തിനെയും അങ്ങനെ തന്നെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പതുക്കെ 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 അധർമ്മത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഡിസോർഡറിലേക്ക് പോകും. ഈ ഡിസോർഡർ നമ്മുടെ ബോധത്തിലും അങ്ങനെ തന്നെയാണ്. ബോധപൂർവം നമ്മൾ ഈ നിയാമക തത്വങ്ങൾ പാലിക്കുകയും സേവനം ചെയ്യുകയും ജപം ചെയ്യുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ നമ്മളിലും ബോധത്തിൽ എന്തുവരും? അധർമ്മം വരും. പിന്നെ അതിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ബോധപൂർവം നമ്മൾക്ക് എന്താവണം? ജന്മസാർത്ഥകതരി, എന്നിട്ട് കരപര ഉപകാരം. ഇനി നമ്മൾ അടുത്ത ലെസണിലേക്ക് കടക്കും. 2 തരത്തിലുള്ള ധർമ്മങ്ങളെ കുറിച്ച് അർജുനൻ ഇവിടെ പറയുന്നു. പ്രഭുപാദ് പറയുന്നു 2 തരം ധർമ്മങ്ങളുണ്ട്. ഒന്ന് പരോധർമ്മം, 2 അപരാധർമ്മം. 2 ധർമ്മം, അതായത് പരാധർമ്മം, അപരാധർമ്മം. ഈ അപരാധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇപ്പൊ അർജുനൻ പറഞ്ഞ പോലെ തന്നെ കുലധർമ്മം, രാജ്യധർമ്മം, പത്നിധർമ്മം, പതിധർമ്മം, മാതാപിതാക്കളുടെ ധർമ്മം, ഇതൊക്കെ തന്നെ. എന്താണ്? ഭാര്യ ഭർത്താക്കൾ, അതൊക്കെ വേണ്ടതാണ്, അല്ലെ? വേണ്ടാന്ന് ആരും പറയുന്നില്ല. പരാധർമ്മം അപരാധർമ്മം ഇമ്പോർട്ടന്റ് അല്ലേ? ആണല്ലോ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിശ്വസ്തത ഉണ്ടായിരിക്കണ്ടേ? വേണം. അവരൊക്കെ മക്കളെ നോക്കണ്ടേ? വേണം. കുട്ടികളോടുള്ള ധർമ്മം. ഇനി കുട്ടികൾ മുതിർന്നവരെ നോക്കണ്ടേ? വേണം. പിന്നെ എന്താണ്? ബന്ധുക്കൾ പരസ്പരം ബഹുമാനിക്കണ്ടേ? വേണം. ഇതെല്ലാം വേണം. ഇതെല്ലാം ധർമ്മമാണ്. കുലധർമ്മം ചെയ്യണം. കാരണം എന്താണ്? സമൂഹത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർലി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതെല്ലാം വേണം. പക്ഷേ ഇതല്ല പരോധർമ്മം. ഇതൊക്കെ ചെയ്തിട്ടും ഒരാൾ പരോധർമ്മം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം താത്കാലികം മാത്രമാണ്. എന്താണ് പരോധർമ്മം? എന്താണ്? സവൈ പുംസാം പരോധർമ്മോ യതോ ഭക്തിരഥോക്ഷജേ. കുലധർമ്മം സനാതനമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് ഒരു സോളിന്റെ എറ്റേണൽ റിലേഷൻഷിപ്പ് അല്ല. ആ സോളിന്റെ എറ്റേണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭഗവാനോടുള്ളതാണ്. അപ്പം കുലധർമ്മവും പരോധർമ്മവും അല്ലെങ്കിൽ അപരാധർമ്മവും പരാധർമ്മവും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്? പരാധർമ്മമാണ് ഒരു
ജീവന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അപരാധർമ്മം എല്ലാം അനുഷ്ഠിച്ചിട്ട് പരാധർമ്മത്തിനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും? ഇവിടെ തന്നെ ഇരിക്കും. ഭൗതികമായിട്ടുള്ള സാഹചര്യത്തിൽ ചക്രത്തിൽപ്പെട്ട് പുനരപ്പി ജനനം, പുനരപ്പി മരണം എന്ന് പറഞ്ഞ അവസ്ഥയിൽ നമ്മൾ കിടക്കും. മൂന്നാമത്തേത്, അത് ഏത് ധർമ്മമാണ് ഇമ്പോർട്ടന്റ്? പരാധർമ്മം ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപരാധർമ്മം ചെയ്യണ്ട എന്നല്ല, അപരാധർമ്മം ചെയ്യണം, പക്ഷെ പരാധർമ്മത്തിനെ വിസ്മരിച്ചുകൊണ്ടാവരുത് അപരാധർമ്മം ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് അർജുനന്റെ പ്രതികരണം. യുദ്ധം ചെയ്യ, അർജുനന്റെ സ്വഭാവത്തിന് ഇതിനകത്തുനിന്ന് നമുക്ക് ഒന്ന് എന്ത് ചെയ്ത് നോക്കാം? നമുക്ക് അർജുനന്റെ സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാം എന്ന് നോക്കാം. എന്താണ് അർജുനന്റെ കാഴ്ച? ആൾക്കാർ പുറമേ നിന്ന് അർജുനനെ നോക്കുകയാണ്. അർജുനൻ യുദ്ധത്തിന് വേണ്ടി ഭയങ്കര തയ്യാറെടുത്ത് വരികയാണ്. ഭീഷ്മ ദ്രോണാദികളെ കണ്ടപ്പോഴേക്കും അർജുനന്റെ ധൈര്യമെല്ലാം പോയി. എന്നിട്ട് അർജുനൻ വന്നിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ എന്തൊക്കെയോ പറയുന്നു. അത് യുദ്ധത്തിന് തയ്യാറായി യുദ്ധത്തിന്റെ മുഖത്ത് വന്ന് നിന്നിട്ട് ഇത്രയും നാളും അർജുനൻ ചിന്തിക്കണ്ടായിരുന്നോ? ഭ്രാന്തായതാണ് അർജുനന് എന്ന് ചില ആൾക്കാർ പറയും. വട്ടാണ് അർജുനന്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ രണ്ടാമത് ചില ആൾക്കാർ പറയോ അങ്ങനൊന്നുമല്ല, അർജുനന് അങ്ങനൊന്നും പറയരുത്. നോക്ക്, അർജുനൻ എത്രയധികം എന്താണ് വിവരമുള്ളവനാണ് നോക്കൂ. കാരണം എന്താണ്? സ്വയം പിന്നെ പേരുദോഷം കേട്ടാലും ഒരു കുഴപ്പമില്ല, ഒരു യുദ്ധം, വലിയൊരു യുദ്ധം, ഇത്രയധികം രക്തച്ചൊഴിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ അർജുനൻ നോക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് രണ്ടുമല്ല അർജുനന്റെ സ്വഭാവം. എന്താണ് ഒന്നാമത്തേത്? അർജുനൻ ആ സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെട്ട് അർജുനൻ എന്തായി? ചിത്തഭ്രാന്ത് വന്നിട്ട് അർജുനൻ ചെയ്യുന്നേ ഇല്ല യുദ്ധം എന്ന് തീരുമാനിച്ചു. ഒന്ന്, ആൾക്കാർ അങ്ങനെ പറയാം. രണ്ട്, എന്തൊരു ഭയങ്കര മനസ്സിന് എന്താണ് ഇതുള്ള ആളാണ്, അല്ലെങ്കിൽ മനസ്സാന്നിധ്യമുള്ള ആളാണ് അർജുനൻ. നോക്കൂ, അത്രയധികം ആൾക്കാരെ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണ്ടെന്ന് വേണ്ടിയിട്ട് ശ്രമിക്കാം, തീരുമാനിച്ചിരിക്കാം. ഇത് രണ്ടുമല്ല അർജുനന്റെ സ്വഭാവം. എന്താണ് അർജുനന്റെ സ്വഭാവം? അർജുനൻ 1 മുതൽ 31 മുതൽ 45 വരെ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം കാരണങ്ങളാണ് യുദ്ധം ചെയ്യണ്ട, യുദ്ധം ചെയ്യണ്ട, യുദ്ധം ചെയ്യണ്ട എന്നുള്ളത്. അതിനകത്ത് എവിടെയെങ്കിലും അർജുനൻ പറഞ്ഞോ എന്താണ് യുദ്ധത്തിന് കാരണം ദുര്യോധനനാണ്, എന്നോടും എന്റെ ജ്യേഷ്ഠന്മാരോടും എന്തൊക്കെ അട്രോസിറ്റീസ് ആണ് ദുര്യോധനൻ ചെയ്തിരിക്കുന്നത്, പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത് എന്നെങ്കിലും അർജുനൻ പറഞ്ഞു? ഈ ഭഗവത്ഗീത തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണുകയാണല്ലോ അർജുനനെ. എപ്പോഴെങ്കിലും പറഞ്ഞു അർജുനൻ? യുദ്ധമുഖത്ത് വന്നു നിന്ന് അർജുനൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വെഞ്ചൻസ് അല്ല അർജുനന്, പ്രതികാരദാഹം അല്ല അർജുനന്. അർജുനൻ ചിന്തിക്കുന്നില്ല. എന്താണ് കുന്തി മാത പറയുന്നത് പോലെ, വിശാൻ മഹാഗ്നേ പുരുഷാദ ദർശനാത് അസത് സഭായാം വനവാസകൃച്ഛ്രത മൃഡേ മൃഡേ അനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രദശ്ചാശ്മ ഹരേഭിരക്ഷിത. കുന്തി മഹാറാണി എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങളൊക്കെ അർജുനന് ബോധ്യമുള്ളതല്ലേ? ഇതൊക്കെ ദുര്യോധനനാണ് ചെയ്തിരിക്കുന്നത്. പാഞ്ചാലിയനെ നിറഞ്ഞ സഭയിൽ വെച്ചിട്ട് വസ്ത്രാക്ഷേപം ചെയ്തിരിക്കുന്നത് ഒക്കെ ആരാണ്? ദുര്യോധനനാണ്. അവൻ കാരണമാണ് യുദ്ധമുണ്ടായത് എന്ന് അർജുനൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അവിടെ നിന്നും അർജുനൻ എന്താണ് പറയുന്നത്? സാധാരണ വഴക്കുണ്ടാക്കുമ്പോൾ നോക്കൂ, രണ്ടാൾക്കാർ തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. ഒരാളുടെ ഭാഗത്ത് മുഴുവൻ തെറ്റുണ്ടെന്ന് വിചാരിച്ചു, അടുത്തയാൾ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചു. വഴക്കുണ്ടാകുമ്പോൾ ആരാരെ കുറ്റം പറയും? ഈ തെറ്റുള്ള ആളെ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ആള് പൂര ചീത്ത വിളിക്കും. നീ അത് ചെയ്തില്ല, നീ അത് ചെയ്തില്ല, നീ അത് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് എന്നും പറഞ്ഞ് നമ്മൾ എന്താകും? ബ്ലെയിം എന്ന് പറയുന്ന ഒരു പരിപാടി, കുറ്റപ്പെടുത്തുക. എതിർപക്ഷത്തില് ചെയ്ത ക്രൂരതകളെല്ലാം എണ്ണി എണ്ണി നമ്മൾ പറയും. പക്ഷേ എന്നിട്ട് നമ്മൾ പറയും അത് നിനക്ക് വേണ്ടതായിരുന്നു, നീ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് നിനക്ക് അത് വേണ്ടതായിരുന്നു. അങ്ങനെയാണ് അർജുനൻ പറഞ്ഞത്. ദുര്യോധനാദികൾ ഇപ്രകാരം ചെയ്തത് കൊണ്ട് അവർക്കുള്ള ശിക്ഷയാണ് ഇതെന്ന് ഈ കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് അർജുനൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അർജുനൻ മനുഷ്യ സഹജമായിട്ടുള്ള, അത് നോർമൽ മനുഷ്യ സഹജമായിട്ടുള്ള വികാരമാണ് ഏത് ഈ കുറ്റം പറയുക എന്നുള്ളത്. പക്ഷെ അർജുനൻ അതിന് അടിമപ്പെട്ടില്ല. നേരെ മറിച്ചത് അർജുനൻ എന്താ ചിന്തിച്ചത്? ഇവരൊക്കെ എന്റെ ബന്ധുക്കളാണല്ലോ. ലോഭോ അപഹത ചേതസ എന്ന് ആര് പറഞ്ഞു? അർജുനൻ പറഞ്ഞു. ദുര്യോധനാദികൾ ലോഭം കൊണ്ട് കണ്ണ് കാണാൻ പാടില്ല എങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ കൃഷ്ണ എന്നല്ലേ അർജുനൻ ചോദിച്ചത്? എന്താ ചോദിച്ചത്? ലോഭം കൊണ്ട് കണ്ണ് കാണാൻ പാടില്ലാത്തവരായി അവർ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാലും ധർമ്മം അറിയാവുന്ന നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കൃഷ്ണ എന്നാണ് അർജുനൻ ചിന്തിക്കുന്നത്. ബന്ധുക്കളെ ഉപദ്രവിക്കാൻ ഞാൻ പദ്ധതിയിട്ടാൽ ആ ചിന്താഗതിയുള്ള കൗരവരും ഞാനും തമ്മിൽ എന്തായിരിക്കും കൃഷ്ണ വ്യത്യാസം? അർജുനൻ ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്?
ലോഭം കൊണ്ട് കണ്ണു കാണാതെ ബന്ധുക്കളെയും കൊന്ന് എല്ലാവരെയും വനവാസത്തിന് അയച്ച് എന്ത് ചെയ്യാൻ പോവുകയാണ്? എല്ലാ സുഖങ്ങളും സ്വന്തമാക്കാനാണ് കൗരവര് ആഗ്രഹിക്കുന്നത്. ഇവരെ എല്ലാം കൊന്നിട്ട് രാജ്യം കീഴടക്കാൻ ഞാൻ ആഗ്രഹിച്ചാൽ ആ കൗരവരും ഞാനും തമ്മിൽ എന്തായിരിക്കും കൃഷ്ണ വ്യത്യാസം? ആര് ചോദിക്കുന്നു? അർജുനൻ ചോദിക്കുന്നു. യുദ്ധം ചെയ്യാതെ അശസ്ത്രനായിട്ട് നിന്ന് അവരുടെ കൈകൊണ്ട് മരിക്കണമെന്നാണെങ്കിൽ അതാണ് എന്റെ വിധി എങ്കിൽ അതാണ് നല്ലത്. 45 പറയും. ഞാൻ വെറുതെ നിൽക്കുവാണ്, അവരെന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ, അതായിരിക്കും നല്ലതെന്ന് അർജുനൻ പറയും. എന്നാലും തെറ്റായ കാര്യം ചെയ്യുന്നതിനും വേണം കാട്ടിൽ പോയി ഭിക്ഷ യാചിക്കുന്നതാണ്, അതും നല്ലതാണെങ്കിൽ അതും ഞാൻ ചെയ്യും. എന്താണ് ശരി എന്നന്ന് അറിയാതെ ഒരിക്കലും ഈ വിജയം എനിക്ക് സമാധാനം തരൂല. 2-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിലും പറയും. ഇതൊക്കെയാണ് അർജുനന്റെ ചിന്ത. എന്താണ് അർജുനൻ? ധാർമ്മികതയെ, ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ധാർമ്മികതയാണ് കുറിക്കുന്നത്. എന്തുകൊണ്ടാണ് ദുര്യോധനന് പോയി ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാത്തത് ഭഗവാൻ? ദുര്യോധനൻ കേൾക്കൂല എന്നുള്ളത് സത്യം തന്നെ. എന്നാലും അർജുനന്റെ ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമാണ് എന്ത്? ഗീതാജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് അർജുനനെ എന്താക്കുന്നത്? ധാർമ്മികനായിട്ടുള്ള അർജുനനെ എന്താക്കുന്നത്? റെസിപ്പിയന്റ് ആക്കുന്നത്. അപ്പൊ നമ്മളും ഈ പ്രകാരം ഭഗവത്ഗീത എന്നുള്ള വാസ്റ്റ് ആയിട്ടുള്ള ആ നോളജിനെ കുറച്ചെങ്കിലും സ്വാംശീകരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഉറച്ച ധാർമ്മികരായിട്ടുള്ള ആരായിട്ട് വളരണം? ഭക്തരായിട്ട് വളരണം. നമ്മളെല്ലാവരും ഇപ്പൊ കൊച്ചുകുട്ടികളാണ് ഭക്തിയിൽ. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? നമ്മളുടെ മുതിർന്ന പരിശുദ്ധ ഭക്തന്മാരും പ്രഭുപാദിന്റെ ഡിസൈപ്പിൾസിനെയും മുതിർന്ന പക്വത വന്നിട്ടുള്ള ആയിട്ടുള്ള വിജ്ഞാനമൊക്കെയുള്ള ആൾക്കാരെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് നോക്കി അവരിൽ നിന്നും കണ്ടുപഠിച്ച് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ധാർമ്മികത, അതായത് ലോഭം കൊണ്ട് കണ്ണ് കാണാതെ ദുര്യോധനാദികൾ അങ്ങനെ ചെയ്തു എങ്കിലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയും. അതായത് അടിക്ക് തിരിച്ചടി എന്ന് പറയൂല്ലേ, അതൊക്കെ ഭൗതിക ലോകത്തിൽ മാത്രമേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ആത്മീയ ലോകത്തില് ക്ഷമ, ടോളറൻസ്, എന്തൊക്കെയാണ് ഭഗവാൻ പറയുന്നത്? ക്ഷമോ ദമ തപ ശൗചം ശാന്തിരാർജവമേവച്ച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജ, ഇതൊക്കെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അർജുനന് എന്തുകൊണ്ടാണ് ഗീതയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് യോഗ്യനായത് എന്ന് നമ്മൾ ഇവിടെ കാണുന്നു. ഇനി ലാസ്റ്റ് ഒരു കാര്യം എന്താണ്? അർജുനന്റെ ഈ ഒരു സോഷ്യൽ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അർജുനന്റെ ഫിയേഴ്സ് അല്ലെങ്കിൽ പേടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മള് എന്താണ് ഈ യുദ്ധം, കോൺസിക്വൻസ്, യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങൾ നമ്മൾ കാണുന്നു. ഒരുപാട് യുദ്ധങ്ങൾ ഇപ്പൊ നടക്കുന്നു, നമ്മൾ കാണുന്നു അല്ലെ. എന്താണ് യുദ്ധത്തിൽ നടക്കുന്നത്? യുക്രൈനും റഷ്യയുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ് 1-1.5 കൊല്ലമായി. എന്റെ കൂടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, റഷ്യയിൽ MBBS പഠിക്കുന്ന കുട്ടികൾ, യുക്രൈനിലും റഷ്യയിലും ഒക്കെ MBBS പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ ആദ്യത്തെ തവണ 2019 കോവിഡ് വന്നപ്പോൾ അവർക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1 വർഷം അവർക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അതിനുശേഷം തിരിച്ചു ചെന്നപ്പോഴാണ് അവിടെ യുദ്ധം തുടങ്ങിയത്. അപ്പോഴും അവർക്ക് ക്ലാസ് ഇല്ല. അവരുടെ 6 വർഷം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രകാരം ഈ യുദ്ധത്തിന്റെ പുറത്ത് ഇല്ലാതായി പോയി. എത്രയധികം ആഗ്രഹത്തോടു കൂടി എത്രയധികം പൈസ ചെലവാക്കിയായിരിക്കും അവര് അങ്ങനെ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അവിടെ പോയത്. അവരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും പോയത്. പക്ഷെ ആ യുദ്ധം കൊണ്ട് എന്തില്ലാണ്ടായി? പിന്നെ നമ്മൾ കാണുന്നു സിറിയയിലൊക്കെ എത്രയൊക്കെയോ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം സ്ഥിരം ക്ഷാമവും പിന്നെ എന്താണ് കൊള്ളയും കൊലപാതകങ്ങളും എല്ലാം എല്ലാം ഈ യുദ്ധത്തിന്റെ പേരിലാണ് നടക്കുന്നത്. അർജുനൻ ചിന്തിച്ചത് ശരിയല്ലേ? ഇത്രയും ഒരു ഫ്രാക്ടിസിഡൽ വാർ അല്ലേ? എന്താണ് അർജുനൻ പറഞ്ഞത്? കുലക്ഷയം. അത്രയധികം ആൾക്കാരെ എന്ത് ചെയ്യുകയാണ്? മരിക്കുകയാണ്. അന്ന് അങ്ങനെ ഒരു വാർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു യുദ്ധം ചെയ്യേണ്ടത് ശരിയാണോ കൃഷ്ണ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളും ചിന്തിക്കൂലേ, എന്തിനാണ് അത്രയും വലിയൊരു വാറ്? ഇനി അർജുനൻ വേണമെങ്കിൽ അർജുനനെ എന്തിനു പറയണം? നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവ് വേണമെന്നുണ്ടെങ്കിൽ ദുര്യോധനൻ ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം എടുത്തു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ദാനധർമ്മിയായിരുന്നു.
അദ്ദേഹത്തിന് സ്വയമായിട്ട് എന്താണ് ഒരു അറ്റാച്ച്മെന്റും ഇല്ല, ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല. അദ്ദേഹം ധർമ്മരാജനാണ്. അദ്ദേഹം എന്താണ് വേണമെങ്കിൽ ദുര്യോധനൻ എടുത്തോ എന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഭഗവാൻ വന്നിട്ട് അവിടെ അങ്ങനെ ഒരു വാർ അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കണം എന്ന് തീരുമാനിച്ചത്? ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ് അല്ല വാറിന്റെ ഭഗവാൻ ചിന്തിച്ചത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ. എന്ത് ചിന്തിച്ചു ഭഗവാൻ? അർജുനൻ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അർജുനൻ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാരും അർജുനനെ പ്രശംസിക്കും. അർജുനൻ ഫൈറ്റ് ചെയ്യാത്തത് കാരണം ഇത്രയും ആൾക്കാർ മരിച്ചില്ല, എന്തൊരു മഹാനായ വ്യക്തി ആണോ? അല്ല. എന്ത് സംഭവിക്കും ഭാവിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അർജുനൻ അല്ലെങ്കിൽ ധർമ്മം നിലനിർത്തേണ്ട ഭഗവാനോ അർജുനനോ ഇവരെ, അതായത് ഈ പിന്നെ ദുര്യോധനാദികളെ ഒന്നും ചെയ്യാതെ വിട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ദുര്യോധനന്റെ സ്വഭാവം മാറുമോ? ഇല്ല. ദുര്യോധനൻ ഇതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇനി അഥവാ കുറച്ചുനാൾ കഴിഞ്ഞ് ദുര്യോധനൻ ചത്തുപോയി എന്ന് വിചാരിച്ചോളൂ, സ്വാഭാവികമായിട്ട് മരിച്ചു പോകുമല്ലോ. കുറച്ചുനാൾ കഴിഞ്ഞ് ദുര്യോധനൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചോളൂ, അതിന് പിന്നാലെ വരുന്ന തലമുറ എന്ത് വിചാരിക്കും? ദുര്യോധനൻ ഇത്രയധികം അട്രോസിറ്റീസ് ചെയ്തിട്ടും ഈ ഭഗവാൻ കൃഷ്ണനും ജീവിച്ചിരുന്നപ്പോ കൃഷ്ണനും അർജുനനും ആരും അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? എനിക്കും വേണമെങ്കിൽ ചെയ്യാം. അതെന്താണ്? ഒരു തെറ്റായ മോഡലാണ്. എന്താണ്? ദുര്യോധനനെ പോലെയുള്ള ലീഡേഴ്സ് ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ അർജുന, നീ ഒരു റോങ് എക്സാമ്പിൾ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, മുന്നോട്ട് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്, ഈ യുദ്ധം ചെയ്യാതിരുന്നാൽ എന്ന് ഭഗവാൻ പറയാനുള്ള ഒരു കാരണം. ഈ ഒരു കാരണം എന്ന് പറയുന്നത് അർജുനൻ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്താണ്? ഇമ്മീഡിയറ്റ് ഭാവി. ഇവരെല്ലാരും ഇല്ലാതായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹം മുഴുവൻ ഡിസ്റ്റോപ്പി ആയി പോകുമല്ലോ എന്ന് വിചാരിക്കുന്നത്. കൃഷ്ണൻ വന്നിട്ട് ആ ഒരു ഡിസ്റ്റോപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുവാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? എക്സ്റ്റൻഷൻ ആണ് ഡിസ്റ്റോപ്പിയുടെ. എന്ത് എക്സ്റ്റൻഷൻ? ഇനിയും വന്നിട്ട് ദുര്യോധനെ പോലെയുള്ള ആൾക്കാർ അഥവാ വെറുതെ ഇരുന്ന് മരിച്ചു പോയാലും അതിനുശേഷം വരുന്ന ആൾക്കാർ ഈ യുദ്ധം നടന്നില്ല എന്നുണ്ടെങ്കിൽ ദുര്യോധനെ പോലെ ആവില്ല എന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് അർജുനന്റെ പേടി സോഷ്യൽ ഡിസ്റ്റോപ്പിയ എന്ന് പറയുന്നത് ഈ ഒരു ദൂരവ്യാപകമായിട്ടുള്ള സോഷ്യൽ ഡിസ്റ്റോപ്പിയെ കുറിച്ച് അർജുനൻ ചിന്തിച്ചില്ലായിരുന്നു. അപ്പോ നമ്മൾ കാണുന്നത് പോലെ അല്ല ഭഗവാൻ ആ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഭഗവാൻ ആ പ്രോബ്ലത്തിനെ കാണുന്നതും അതിന് സൊല്യൂഷൻ തരുന്നതും. അപ്പൊ ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള സൊല്യൂഷൻസോ ചിലപ്പോ എന്താവില്ല, നമ്മൾക്ക് ചിന്തിക്കുന്ന തരത്തിലുള്ള സൊല്യൂഷൻ ആയിരിക്കില്ല യഥാർത്ഥത്തിൽ നല്ലത് സമൂഹത്തിനും നമ്മൾക്കും. അത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്തായി മാറുന്നത്? ഭഗവാനെ അനുസരിക്കുന്ന ഭക്തനായി മാറുന്നു. അപ്പോ ഒരുപാട് സംസാരിച്ച് സമയം തീരാറായി. എങ്കിലും ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരൊറ്റ ശ്ലോകമേ ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിൾ സൂപ്പർഫിഷ്യലി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുലധർമ്മം നശിച്ചാൽ എന്താണ്? കുലം തന്നെ അധർമ്മം വളരുന്ന തരത്തിൽ ആയി പോകും എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെവൽസിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് സാമൂഹികമായിട്ട്, രണ്ട് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ളത്, പിന്നെ അർജുനന്റെ ക്വാളിറ്റീസ് നമ്മൾ മനസ്സിലാക്കി, എങ്ങനെയാണ് ഭഗവാൻ അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കി. അപ്പോ അടുത്ത ശ്ലോകം 40ാമത്തെ ശ്ലോകം നിങ്ങൾക്ക് നാളെ ഇനിയൊരു ഭക്തൻ വന്നിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും നന്ദി. ഹരേ കൃഷ്ണ. ആശ മാതാജി. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഓടിപ്പോവാണോ? ഇടയ്ക്ക് കുറച്ച് കട്ടായി പോയി മാജി. എനിക്ക് വാട്സപ്പിൽ ഒരു കോൾ വന്നു. അപ്പൊ പിന്നെ ഇത് കട്ട് ചെയ്താലേ അത് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോയിട്ട് വന്നു. അതാണ് 5 മിനിറ്റ് ഇടയിൽ ഇല്ലായിരുന്നു. സോറി മാജി. ഹരേ കൃഷ്ണ. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അതുപോലെ അഭിപ്രായം എന്തെങ്കിലും പറയാ, സജഷൻ, എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി ആഡ് ചെയ്യുക. ഹരേ കൃഷ്ണ. കഥാമൃത പ്രഭു. കഥാമൃത പ്രഭു എന്റെ ക്ലാസ് കേട്ട് ഉറങ്ങിപ്പോയി കാണും. ഉറങ്ങാൻ ചാൻസ് ഉണ്ടാവില്ല, പുറത്താണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എങ്ങനെ ഉറങ്ങും മാവാജി അങ്ങയുടെ ക്ലാസ്സുകളിൽ? എന്ത് മനോഹരമായ ക്ലാസ്സാണ് മാവാജി എടുക്കുന്നത്. ഗംഭീര ക്ലാസ് മാവാജി. അതായത് സനാതന, കുലധർമ്മ സനാതന, അതിനെക്കുറിച്ച് ഇത്രയും നല്ലൊരു എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുമെന്ന് മായയുടെ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലായത്. ഞാനല്ല എക്സ്പ്ലെയിൻ ചെയ്ത്, ഇതെല്ലാം എന്താണ് ഓരോ ഡിവോട്ടീസ് അവരുടെ റിയലൈസേഷൻസ് പലയിടത്തും എഴുതി വെച്ചേക്കുന്നത് ഞാൻ എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് ഒന്നാക്കിയെന്നേ ഉള്ളൂ. എന്റെ എക്സ്പ്ലനേഷൻ ഒന്നും
അത് വേണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രഭു അടിച്ചെടുക്കുക, ഇത്രയും വളരെയധികം അടിച്ചെടുക്കുക. കാരുണ്യമാണ് എന്നോട് ചെയ്തത്. കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ ഇന്നലെ ആശാമാതാജിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രിപ്പയർ ചെയ്ത് വെച്ചു. അപ്പൊ ആശാമാതാജി ഇന്നലെ ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ നാളെ എടുക്കാം. നാളെ പറഞ്ഞപ്പോഴത്തേക്കും നാളെയും ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഇന്ന് എന്തായാലും ഉറപ്പായിട്ട് എടുക്കാം. പ്രിപ്പയർ ചെയ്ത് സന്തോഷമായി. വെച്ചിട്ട് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. വേണമല്ലോ മായി വേണം. കുലധർമ്മ സനാതന, അതിന് ഇത്രയും ഡീപ്പ് മീനിങ്ങും ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ടെന്നും അത്ഭുതത്തോടു കൂടി ഞാൻ കേട്ടോണ്ടിരുന്നു മായി. ഉറങ്ങാൻ എങ്ങനെ പറ്റും? നന്നായിരുന്നു, സൂപ്പർ ക്ലാസ്, താങ്ക് യു. ഗംഭീരം. അതുകൊണ്ട് തന്നെ മാളവിക ക്ലാസ്സിന് ഒരുപാട് വ്യൂസും ഉണ്ട്, ഒരുപാട് ആൾക്കാർ വീണ്ടും ആ വീഡിയോ എടുത്ത് കാണുന്നുണ്ട്. അത്രയ്ക്ക് ആത്മാർത്ഥമായി മാജി പ്രിപ്പയർ ചെയ്തും റിയലൈസേഷൻ പങ്കുവയ്ക്കുകയൊക്കെ എനിക്ക് ചെയ്യുന്നത് കൊണ്ട് വളരെയധികം സന്തോഷം പ്രഭു. ഇത് കേൾക്കുന്നവർക്ക് ഭയങ്കര ഒരു അതിൻ്റെതായ ഗുണമുണ്ട് ലക്കാണ് മാം. എനിക്ക്. പ്രഭു അന്നൊരു മഹാഭാരതത്തിന്റെ കാര്യം ചോദിച്ചിരുന്നത് ആ പിന്നെ ഞാന് ഒന്ന് ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. എനിക്ക് മറ്റേ പ്രഭു പറഞ്ഞില്ലേ DC ബുക്സിന്റെ മഹാഭാരതം, അതെ 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 അത് എന്റെ ഒരാളെ എനിക്ക് അത് ആദ്യത്തെ അത് ഭയങ്കര നീണ്ട ഒരു സാധനമാണ്. 6 ഇത്ര ആണാണ്. ബുക്ക് വായിച്ചു തീർക്കാന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. ഞാൻ പൂർണ്ണപ്രജ്ഞ പ്രഭുവിന്റെ ഒരു മഹാഭാരതം ഞാൻ ഓർഡർ അതെ ചെയ്തിട്ടുണ്ട്. അതെ എന്റെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാതെ പോയി. പക്ഷെ എന്നാലും അതൊരു അതെ. ഒരു ലൈഫ് ലെസൺസും കൂടെ വെച്ചിട്ട് തുടങ്ങിയോ പ്രഭു? അഗൻസിന് പ്രഭു എടുത്തു തുടങ്ങാമെന്ന് പറഞ്ഞത്. അഗിഞ്ചന പ്രഭു സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാതാജിയുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്തെടുക്കാം. ആലോചിക്കാം പ്രഭു. മുന്നോട്ട് നമുക്ക് വന്നാലും മതി. ആ കാരണം ഇതൊരു വലിയൊരു എപ്പിസോഡാണ്. അതെ, മഹാഭാരത സീരീസ്. നന്നായിരിക്കും. നമുക്ക് ഇസ്കോൺ സ്റ്റാൻഡേർഡിൽ ഇതുവരെ അതിനൊരു എക്സ്പ്ലനേഷൻ ആരും കൊടുത്തിട്ടില്ല മലയാളത്തിൽ. അത് ചെയ്യുമെങ്കിൽ അത് നന്നായിരിക്കും മാജി. ദയവായി മുന്നോട്ട് വന്നാലും മാജി, പ്ലീസ്. താങ്ക് യു പ്രഭു, ആലോചിക്കാം. ഞാനത് ഒരു പ്ലാനിങ് കമ്മീഷനിൽ വെച്ചിട്ടുണ്ട്. എന്നാലും ശരിയാവോ നോക്കാം. ഉറപ്പായിട്ട് നടക്കും. ദയവായി മുന്നോട്ട് വന്നാൽ നന്ദി മാജി. താങ്ക് യു. വളരെ സന്തോഷം. പറഞ്ഞു നന്ദി മാജി. നന്ദി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. മാതാജി ഓ ഒന്നും ഇല്ലല്ലോ, സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. 8 മണിക്ക് വേറെ ക്ലാസ് ഉണ്ടല്ലേ? ഇല്ല മാജി, ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല, വേറൊന്നുമില്ല. ശരി മാതാജി. ഓക്കെ മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. താങ്ക് യു സോ മച്ച് മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ.